ചില സത്യങ്ങൾ പറയുവാനാണ്. പലപ്പോഴും മരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായൊരു സംഭവമാണ്. പലപ്പോഴും ബില്ലുകൾ എഴുതാതെ മരിക്കുന്ന മനുഷ്യരുണ്ട്. ബില്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരു മരണശേഷം അവരുടെ പ്രോപ്പർട്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള അയാളുടെ എക്സ്പ്രസ്ഡ് ആയിട്ട് അയാളുടെ ഇൻറ്റൻഷനായിട്ടുള്ള സംഭവമാണ്. പലപ്പോഴും രസകരമായ സംഭവങ്ങൾക്കൊക്കെ വിറ്റ്നസ് ചെയ്യുന്നുണ്ടാണ്. ഒരിക്കൽ ഞാൻ മംഗലാപുരം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കേസ് വന്നതാണ്. അത് ഒരു മനുഷ്യന് 3 ആൺമക്കളുണ്ട്. അവർ 2 പേര് വിദേശത്തും ഒരാൾ നാട്ടിലുമാണ്. നാട്ടിൽ കൃഷിപ്പണിയൊക്കെ ആയിട്ട് അയാൾ കൂടിയിരിക്കുകയാണ്. ഈ അപ്പൻ കടപ്പിലായി. അപ്പൻ മരിച്ചു പോകുന്ന സംഭവമാണ്. അപ്പൻ പലപ്പോഴും കയ്യൊപ്പിട്ടാണ് പലപ്പോഴും ചെക്കുകളൊക്കെ കൈമാറിയിരുന്നതും പൈസ എടുത്തുകൊണ്ടിരുന്നു. അപ്പൻ മരിക്കുമ്പോൾ ഇളയ മകൻ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പൻ്റെ തമ്പ് ഇംപ്രഷൻ, അപ്പൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തമ്പ് ഇംപ്രഷൻ ഇട്ട് അപ്പൻ്റെ ബാങ്കിൽ കിടന്ന പൈസ മുഴുക്കെ ആ ദിവസം മരിച്ചു കഴിഞ്ഞിട്ട് 3 മണിക്ക് രാവിലെ മരിച്ചു, വൈകിട്ടാണ് മരണം ഡിക്ലെയർ ചെയ്തത്. പൈസ മൊത്തം എടുത്തുകൊണ്ട് പോയി. ബാക്കി 2 പേര് വന്നപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് തീരുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കോടതിയിൽ കേസൊക്കെ ആയി. പലപ്പോഴും വില്ല് എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കൾ എന്ത് ചെയ്യണം? ആരുടെയും ജീവിതത്തിനൊരു ഗ്യാരണ്ടിയില്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അവരുടെ സ്വത്തുക്കൾ എങ്ങനെ പോകണം? അത് മൂവബിളായിട്ടും ഇമ്മൂവബിളായിട്ടും. മൂവബിൾ എന്ന് വെച്ചാൽ ചലിക്കുന്നതായിട്ട്. ഇപ്പോൾ അത് ഉദാഹരണത്തിന് കാറ്, സ്കൂട്ടർ, അതെല്ലാം മൂവബിളാണ്. ഇമ്മൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കൾ അല്ലെങ്കിൽ ഡിബേഞ്ചേഴ്സ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇതൊക്കെ അതിനെ പല ഗ്രേഡുകളായിട്ട് തിരിച്ചിട്ട് ഓരോന്നും എന്ത് ചെയ്യണം? കൈ കിടക്കുന്നൊരു മോതിരം അതും മൂവബിളാണ്. അപ്പോൾ ആ മോതിരം ആർക്ക് കൊടുക്കണം? അല്ലെങ്കിൽ മാല ആർക്ക് കൊടുക്കണം? അല്ലെങ്കിൽ ശവം അടക്കാൻ സമയത്തായിരിക്കും ആ മോതിരം ആരെങ്കിലും ഊരിയെടുത്തിട്ട് അവസാനം മക്കൾ തമ്മിൽ തർക്കമാകുന്നത്. പലപ്പോഴും സിവിൽ മാറ്ററിൽ ഒരു 80% കേസുകളും മക്കൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുണ്ടാകുന്ന കേസുകളുണ്ട്. ബാക്കി ഒരു 20% മറ്റു കേസുകൾ, അയൽവാസികളുമായിട്ടൊക്കെ ഉള്ള കേസുകൾ വരുന്നത്. സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കേസുകളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടൊരു എക്സ്പ്രസ്ഡ് വില്ല്, അതിപ്പം വക്കീലിനെ കണ്ടെഴുതണമെന്നുമില്ല, പക്ഷേ എന്നാലും ഒന്ന് എഴുതി എല്ലാവരും ബോധ്യപ്പെടുത്തിയിരിക്കണം. പലപ്പോഴും മരണശേഷം വേറെ ചില പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്കറിയില്ല ഭർത്താവിന് എന്തൊക്കെ സ്വത്തുണ്ടെന്നാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ പെട്ടെന്ന് ബ്ലാങ്ക് ആവുകയാണ്, ഒന്നും അറിയത്തില്ല. ഭാര്യയും ഭർത്താവും നിയമത്തിന് ദൃഷ്ടിയിൽ ഒറ്റ ആൾക്കാരായിട്ടാണ്. ഭാര്യയ്ക്കുള്ളത് ഭർത്താവുള്ളത് ഭാര്യയ്ക്കും പരസ്പരം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു റെക്കോർഡുകളെല്ലാം ഒരു ചെറിയൊരു ഷെൽഫിനകത്താക്കിയിട്ട് ഇന്ന ഷെൽഫിൽ അവിടെ ഇരിപ്പുണ്ടെന്നെങ്കിലും പറഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്ത് എല്ലാം എഴുതിയും കൂടെ വെച്ചാൽ വളർന്നതായിരിക്കും. മരണമെന്ന് പറയുന്നതൊക്കെ അപ്രതീക്ഷിതമാണ്. ഇപ്പോൾ കോവിഡ് മരണങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കൊഴിഞ്ഞുകൊണ്ടുള്ള മരണങ്ങളൊക്കെ കൂടുതല. അപ്പോൾ പിറ്റേ ദിവസം ബ്ലാങ്ക് ആയിപ്പോവും. ഭാര്യയ്ക്ക് ജീവിക്കാൻ ഒരു സ്വത്തില്ലാത്തതായിപ്പോൾ, അല്ലെങ്കിൽ തിരിച്ച് വൈസ് വേഴ്സ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും നിയമന ദൃഷ്ടിയിൽ ഒന്നായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാം ഷെയർ ചെയ്യിക്കണം. വില്ലുകൾ എഴുതി വെച്ചിരിക്കണം. എക്സ്പ്രസ്ഡ് വില്ല്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള വില്ല് വ്യക്തമായിട്ട് വേണം. ഓരോ മക്കൾക്ക് ഇന്നതിനൊക്കെയാണ് കൊടുക്കുന്നത്. ഒരു കാറുണ്ടെങ്കിൽ അത് ഇന്ന മകന് തന്നെ കൊടുക്കണം. ഒരു കയ്യിലൊരു മോതിരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മോതിരം ഉണ്ടെങ്കിൽ അത് ഇന്ന ആൾക്ക്, ഇതെല്ലാം വ്യക്തമായി എഴുതി വിശദമായ രേഖകൾ. ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ തന്നെയൊക്കെ ബാങ്കുകളിലുണ്ട്. അല്ലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളൊന്നും ആർക്കും തിരിച്ചറിയാനൊക്കത്തില്ല. മരിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം അനാഥമായിട്ട് ഗവൺമെൻറ് പോകും. ഇതുകൊണ്ട് എക്സ്പ്രസ്ഡ് വില്ല് നമ്മൾ മസ്റ്റായിട്ട് എഴുതിയിട്ട് പേപ്പർ എഴുതി ഭാര്യയോ ഭർത്താവിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും